ന്യൂസ് 18 കണക്കുകളൂടെ വരുന്നു. LDF 2 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാമെന്ന് ന്യൂസ് 18. LDF 2 മുതൽ 5 വരെ സീറ്റുകൾ കിട്ടാമെന്ന് ന്യൂസ് 18 സർവേ പറയുന്നു. NDA 1 മുതൽ 3 വരെ നാലാമത്തെ ഏജൻസിയും പ്രവചിക്കുന്നു കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. BJP കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് 4 ഏജൻസികൾ പറയുന്നു. ഇത് ഏജൻസികളുടെ അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. യഥാർത്ഥ റിസൾട്ടിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് അക്കൗണ്ട് BJP ഓപ്പൺ ചെയ്യുന്നത് ഒരിടത്തല്ല എന്നുള്ളിടത്താണ്. 3, 4 ഒക്കെ പറയുന്നു. ഇതിലൊക്കെ കോൺസ്റ്റിറ്റ്യുവൻസി കേരളത്തിൽ എവിടെ കിടക്കുന്നു? BJPക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ BJPക്കാർക്ക് പോലും ഈ കണക്ക് ഞെട്ടിക്കുന്നതാണ്. കേരളത്തിൽ ഇനി പത്തനംതിട്ടയ്ക്ക് ഇതിന് കൂടെ കൂട്ടിയിട്ടുണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. തൃശ്ശൂരും തിരുവനന്തപുരത്തും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ വിശ്വാസമായിരുന്നു. ഈ 2 സീറ്റുകൾക്കും അപ്പുറം മൂന്നാമത്തെ സീറ്റ് ഏത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുജയ്, എന്തെങ്കിലും ലക്ഷണമുണ്ടോ? എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? തേർഡ് സീറ്റ് അതെവിടെയോ? 17 മുതൽ 18 സീറ്റ് വരെ UDF ന് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ആക്സിസ് സർവേ പ്രകാരം 17 മുതൽ 18 സീറ്റുകൾ ഇപ്പോഴാണ് അവർ കണക്ക് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. NDA 2 മുതൽ 3 വരെ, LDF 1 സീറ്റ്. 17 to 18 വരെ സീറ്റുകൾ പിന്നെ UDF ന് കിട്ടാം, NDAക്ക് 2 സീറ്റ് കിട്ടാം, അല്ലെങ്കിൽ 3 സീറ്റ് കിട്ടാം. 17 ആണെങ്കിൽ 3 സീറ്റ് NDAക്ക്, 1 സീറ്റ് വരെ വേണമെങ്കിൽ. ടൈംസ് നൗ പറയുന്നത് 14 അതായത് LDF ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. മാത്രമല്ല, ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ കണക്കനുസരിച്ച് NDAയും LDFും തമ്മിലുള്ള വോട്ട് പെർസെൻറ്റേജിന്റെ വ്യത്യാസം നോക്കിയായിരുന്നേ 2.2%. അതായത് 29% LDF ന് കിട്ടുമ്പോൾ 27% NDAക്ക് കിട്ടുന്നത്. 41%മായിട്ട് UDF വളരെ മുന്നിലാണ്. സോ അഡ്വാൻറ്റേജ് ഗോസ് ടു NDA. ഈ നഷ്ടം അപ്പോൾ സ്വാഭാവികമായും NDAയുടെ ലാഭമായി മാറുന്നു. അവിടെ തെക്കേ ഇന്ത്യയിൽ വലിയ മുന്നേറ്റം അങ്ങനെയാണ് എങ്കിൽ BJPക്ക് വലിയ മുന്നേറ്റം എന്ന് ഞാൻ പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് പെറുക്കി കൂട്ടിയെടുക്കുമ്പോൾ അങ്ങനെയാണല്ലോ സാർ. ടോട്ടൽ ടാലി എന്ന് പറയുന്നത് പലയിടങ്ങളിൽ നിന്ന് പെറുക്കി കൂട്ടുന്നതാണ്. പെറുക്കി കൂട്ടുന്നത് BJP ആണെന്ന് ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കണം. അതായത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ ഇത് പ്രകാരം ഇപ്പൊ ഇതുവരെ വന്നിരിക്കുന്നതിനനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് കേവലം 61 സീറ്റാണ് ഈ 3 സ്റ്റേറ്റുകൾ കവർ ചെയ്യുന്നത്. നോക്കൂ, കേരളത്തിൽ NDAക്ക് 2 മുതൽ 3 സീറ്റുകൾ വരെ കിട്ടാമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഏറ്റവും കൂടുതൽ ആക്യുറസി റേറ്റ് ഉള്ള ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേയുടെ കേരളത്തിലെ ഫലങ്ങൾ വരുന്നു. LDF നഷ്ടം 0 മുതൽ 1 സീറ്റ് വരെ. ചിലപ്പോൾ ജയിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ 1 സീറ്റ് മാത്രം നിലനിർത്തിയേക്കാം. UDF 17 മുതൽ 18 സീറ്റുകൾ വരെ ലഭിച്ചേക്കാമെന്നും NDA മിനിമം 2 ഇടങ്ങളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. 2 to 3 എന്നാണ്, 0 to 3 പോലുമല്ല. അതായത് എല്ലാ ഏജൻസികളും കേരളത്തിൽ താമര വിരിയും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. ഇതിനകത്ത് ഈ ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അല്ല അവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ, അതായത് കർണാടക, തമിഴ്നാടു, കേരളം ഈ 3 സ്റ്റേറ്റുകൾ കവർ ചെയ്യുമ്പോൾ തന്നെ 31 എന്ന് പറയുന്ന അവരുടെ പഴയ ടാലി ക്രോസ് ചെയ്തിരിക്കുന്നു. 31 എന്ന് പറയുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം 130 സീറ്റുകളിൽ 31 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അതായത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട്, കർണാടകം, കേരള, പുതുച്ചേരി ഇത്രയും എടുക്കുമ്പം 30 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ കർണാടകയും തമിഴ്നാടും കേരളവും കഴിയുമ്പോൾ തന്നെ ദേ ആർ ഗെറ്റിംഗ് 31. പക്ഷേ നോക്കൂ സർ, ഈ കർണാടകയിലെ ടാലി കൃത്യമല്ല. ഇപ്പോഴും 23 മുതൽ 35 സീറ്റുകൾ വരെ കിട്ടാമെന്ന് പറയുമ്പോൾ 23 മുതൽ 25 സീറ്റ് സീറ്റുകളാണ് പറയുന്നത്. അതായത് 23 കിട്ടുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തി. സീറ്റില്ല. അതായത് 23 കിട്ടുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 3 സീറ്റുകൾ വരെ കിട്ടാം. ഓൾ ഇന്ത്യ ടാലി TV5 തെലുഗു NDA 359 ആൻഡ് ഇന്ത്യ ബ്ലോക്ക് 154, മറ്റുള്ളവർ 30. അതായത് തൃണമൂൽ അടങ്ങുന്ന മറ്റുള്ളവർക്കാണ് 30. തൃണമൂലിന്റെ ടാലി ബംഗാളിൽ കുറയാൻ പോകുന്നു എന്ന ക്ലിയർ ഇൻഡിക്കേഷൻ. കർണാടകത്തിൽ ഞാൻ പറയട്ടെ, 23 സീറ്റാണ് കർണാടകത്തിൽ BJPക്ക് കിട്ടുന്നതെങ്കിൽ 5 സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടും. 5 സീറ്റ് കിട്ടും. 25 കിട്ടുന്നതെങ്കിൽ 3 സീറ്റ് കിട്ടും. 6 ഏജൻസികൾ പറഞ്ഞതിന്റെ അത് എല്ലാത്തിനും കേരളത്തിൽ BJP അക്കൗണ്ട് അത് 2 to 3 1 to 3 ഉണ്ട്. പ്രധാനപ്പെട്ടത് അവിശ്വസനീയമെന്ന് ഈ ഘട്ടത്തിൽ പറയാവുന്നത് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ മിനിമം 2 സീറ്റുകൾ പ്രവചിക്കുന്നു കേരളത്തിൽ BJP എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരവും തൃശ്ശൂരും കൂടിപ്പോയാൽ 3ാമതൊരു സീറ്റ് കൂടി ഓപ്പൺ ചെയ്യാമെന്ന് പറയുമ്പോൾ LDF ദയനീയമായ പ്രകടനമായിരിക്കും കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നു ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ എത്തുമ്പോൾ എന്ന് വെച്ചാൽ അവർ 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് വളരെ സാമ്പിൾ കുറവായിരിക്കും. അതിലൊക്കെ തന്നെയും എറർ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ 3 എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കാണുമ്പോൾ ഒരേ രീതിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് NDA കഴിഞ്ഞ അതേ തവണ അതേ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 360 സീറ്റുകളുടെ അടുത്തേക്ക് കൂടാം. കൂടാന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ന്യൂസ്
ഡി ഡൈനാമിക്സും അതുപോലെ തന്നെ CNN ന്യൂസ് 18-ഉം ABC വോട്ടറിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ വന്നിട്ടില്ല. ഏതായാലും ഈ 2 സർവേകളും വ്യക്തമാക്കുന്നത് TV5 തെലുഗും. അപ്പോൾ ഈ 3 സർവേകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തവണത്തേതിന് സമാനമായിട്ടുണ്ട് ഇന്ത്യ ടിവിയുടെ ഡൈനാമിക്സും. അതായത് ഇന്ത്യ ടി വി ഡി ഡൈനാമിക്സും TV5 തെലുഗും അതുപോലെ ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് അതന്നെയാണ് ആദ്യത്തെ അല്ലേ. എല്ലാ ഏജൻസികളും നിലവിൽ കഴിഞ്ഞ അതേ ഭൂരിപക്ഷത്തിലേക്ക് NDA ആകെ വന്നിട്ടുള്ളത് 3 ഏജൻസികളല്ലേ. ആ 3 ഏജൻസികളും മോദിക്ക് 3-ാം ഊഴം 360-ലധികം സീറ്റുകൾ. 371 ഇന്ത്യ ന്യൂസ് പറയുന്നു, TV5 തെലുഗു 359 പറയുന്നു, CNN പറയുന്നത് റിപ്പബ്ലിക് TV പറയുന്നു 359 പറയുന്നു, ഇന്ത്യ TV പറയുന്നു 371 പറയുന്നു. അങ്ങനെ കണക്കുകൾ നമ്മളോട് പറയുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളത് LDFന്റെ ഇത്തവണയും ദയനീയ പ്രകടനമായിരിക്കുമെന്ന് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പറയുന്നു. പരമാവധി 1 സീറ്റുകൾ വരെ നേടിയേക്കാം. കർണാടകയിൽ NDA കഴിഞ്ഞ തവണത്തെ നിലനിർത്താനാണ് സാധ്യത. ഏറിപ്പോയാൽ 2 സീറ്റുകൾ വരെ നഷ്ടം വന്നേക്കാം. കൂടുതൽ ലഭ്യമാകാൻ സാധ്യതയുണ്ട്. 25 സീറ്റുകൾ വരെ പരമാവധി ലഭിച്ചേക്കാമെന്ന് കൂടി പറയുന്നു. കണക്കുകൾ പ്രകാരം തമിഴ്നാട്ടിലും NDA അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും 2 സീറ്റുകൾ മിനിമം ഉണ്ടാക്കും BJPക്ക് എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ മൈ ആക്സിസ് സർവേ പ്രകാരം പറയുന്നത്. ADMKക്ക് അവിടെ 2 സീറ്റുകൾ വരെ പരമാവധി ലഭിച്ചേക്കാം. ഇന്ത്യ മുന്നണി 33 മുതൽ 37 വരെ മെച്ചപ്പെട്ട പ്രകടനം തമിഴ്നാട്ടിലുണ്ടെങ്കിലും അവിടെ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കേരളത്തിൽ BJP അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. കർണാടകയിൽ BJP നഷ്ടമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട പ്രകടനം അല്ല, കർണാടകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 26 ആയിരുന്നത് പരമാവധി 25 വരെ ഇത്തവണ അത് BJPക്ക് അല്ല പറയുന്നത്. ആലി ഉണ്ട് അവിടെ, JDS ആലിയാണ്. BJPക്ക് 1 സീറ്റ് പോലും കുറയില്ല. അല്ല, പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നിലവിൽ തെക്കേ ഇന്ത്യയിൽ ഇതാണ് കിട്ടുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തെ 29ന്റെ ടാലി ഇതിനകം മറികടന്നിരിക്കുന്നു. തമിഴ്നാട്ടിലെയും കേരളത്തിലെയും കർണാടകയിലെയും മാത്രം വെച്ചുകൊണ്ട് തെലങ്കാന വെച്ചിട്ടാണ് പറഞ്ഞത്. 5 സ്ഥലം കേരള പറഞ്ഞതിൻ്റെ അകത്ത് പിന്നെ ABP പറയുന്നത് 17 തുടങ്ങി 19 വരെ, 1 തുടങ്ങി 3 വരെ NDA. അതെ. രണ്ടാമത്തത് ന്യൂസ് 18 പറയുന്നത് 15 തുടങ്ങി 18 വരെ UDF, 2 to 5 വരെ LDF, 1 to 3 വരെ അടുത്ത് വന്നിരിക്കുന്നു ജൻ കി ബാത് കർണാടക.